അണ്ടർ ആം ഡാർക്ക്നെസ് ആണോ പ്രശ്നം? അതിനുവേണ്ടി കറക്റ്റ് ആയിട്ടുള്ള റോൾ ഓൺ തപ്പി നടക്കാന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ നോക്കാം കേട്ടോ. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബ്യൂട്ടി ഇൻ യുവർ ഫിംഗർ ടിപ്സ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അണ്ടർ ആം ഡാർക്ക്നെസ്സിന് വേണ്ടിയിട്ട് ഏത് ടൈപ്പ് ഓഫ് റോൾ ഓൺ ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ആൻഡ് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള ഒരു റോൾ ഓണിന്റെ റിവ്യൂ കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി അധികം ലേറ്റ് ആവാതെ വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ഹിമ. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനായിട്ടും മറക്കരുത്. ശരിക്കും ഈ അണ്ടർ ആം റോൾ ഓൺസിനെ കുറിച്ച് നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഡിഫറെന്റ് കൈൻഡ് ഓഫ് റോൾ ഓൺസ് വരും. ലൈക്ക് കെമിസ്റ്റഡ് പ്ലെയിൻ്റെ, വിഷ് കെയറിൻ്റെ, അങ്ങനെ ഒരുപാട് റോൾ ഓൺസ് ഉണ്ട് കേട്ടോ. അതിൽ തന്നെ ടോപ്പ് മോസ്റ്റ്, അതായത് അണ്ടർ ആം ഡാർക്ക്നെസ് ഒക്കെ ഒന്ന് കറക്റ്റ് ആക്കുന്ന അല്ലെങ്കിൽ 100% വർക്ക് ചെയ്യുന്ന 2-3 റോൾ ഓൺസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വന്നിട്ട് കെമിസ്റ്റഡ് പ്ലെയിൻ്റെ ആയിരുന്നു, പിന്നെ വിഷ് കെയറിൻ്റെ. അപ്പോൾ ഇതിൽ രണ്ടിൽ ഏത് വാങ്ങണം എന്നൊരു കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അവസാനം വിഷ് കെയറിൻ്റെ റോൾ ഓൺ ആണ് ഇത് വാങ്ങി യൂസ് ചെയ്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് ഒരു 2 മാസത്തോളം ഞാൻ ഈ റോൾ ഓൺ യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നി ഇപ്പൊ കറക്റ്റ് ആണ്, ഈ ഒരു ടൈമിൽ റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആണെന്നുള്ളതുകൊണ്ടാണ് ഇപ്പൊ തന്നെ ഈ ഒരു സാധനം പൊക്കിപ്പിടിച്ച് റിവ്യൂ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് ഡെപ്ത് ആയിട്ടൊന്ന് കണ്ടാലോ. അപ്പൊ നമുക്ക് ഈ ഒരു അണ്ടർ ആം റോൾ ഓണിനെ കുറിച്ചുള്ള ബേസിക് ഓവർവ്യൂ നോക്കിയാലോ. ആദ്യം ഇതിന്റെ പാക്കേജിങ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ക്യൂട്ട് ബോട്ടിലാണ് വരുന്നത്. 50 ml പ്രോഡക്റ്റ് ആണ് കേട്ടോ. ആൻഡ് ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു റോൾ ഓൺ അപ്ലിക്കേറ്റർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് തന്നെ അത് നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർവ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വലിയ ഇറിറ്റേഷൻസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഫ്രാഗ്രൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ഓവർ ഫ്രാഗ്രൻസ് ആയിരിക്കും. ഭയങ്കര ശരിക്കും പെർഫ്യൂം ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ചില പെർഫ്യൂം ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് തലവേദനക്കില്ലേ, അങ്ങനെ ഒരു ഇഷ്യൂസും എനിക്കിതിൽ ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ ഒരുപാട് ഇങ്ങനെ റിവ്യൂസ് കണ്ടിട്ട് വാങ്ങിയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് ആ റിവ്യൂസ് ഒക്കെ കണ്ടപ്പോൾ ചിലർ പറയുന്നുണ്ടായിരുന്നു ഫ്രാഗ്രൻസ് കൂടുതലായിട്ട് ഫീൽ ചെയ്തു എന്നുള്ളത്. പക്ഷെ എനിക്ക് വലിയ പ്രശ്നം തോന്നും ഈ ഫ്രാഗ്രൻസിൽ തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ ഇതിന്റെ ഇൻഗ്രീഡിയൻറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 5% AHA, 3% കോജിക് ആസിഡ്, ഹൈലറോണിക് ആസിഡ്, ലിക്വറൈസ്, സീക്ക എന്ന് പറയുന്ന ഈ 5 ഇൻഗ്രീഡിയൻസ് ആണ് മെയിൻ ആയിട്ട് ഇത് ഈ ഒരു ബോട്ടിലിന്റെ ഫ്രണ്ട് പോർഷനിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. 5% AHA എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പം അറിയാമായിരിക്കും. ഈ AHA, BHA, PHA എന്നൊക്കെ പറയുന്ന ഒരു കെമിക്കൽ എക്സ്ഫോലിയേറ്റർ ആണ്. ഇത് നമ്മുടെ സ്കിന്നിലുള്ള പിഗ്മെന്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തുള്ള ഡെഡ് സ്കിൻസിനെയൊക്കെ തന്നെ എക്സ്ഫോലിയേറ്റ് ചെയ്ത് മാറ്റിയിട്ട് പിഗ്മെന്റേഷൻ ക്ലിയർ ചെയ്യും. അതായത് നമുക്ക് ഈ ഡാർക്ക്നെസ് ഉണ്ടാവുമല്ലോ, ഈ മുട്ട് താഴെയായിട്ട് വരുന്ന ഡാർക്ക്നെസ്, അതുപോലെ കൈമുട്ടിലുണ്ടാകുന്ന ഡാർക്ക്നെസ്, അങ്ങനെയുള്ള പിഗ്മെന്റേറ്റ് ഏരിയയിൽ നമ്മൾ ഈ AHA, BHA, PHA പോലത്തെ സെറം ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ പിഗ്മെന്റേഷൻ ക്ലിയർ ചെയ്യാനായിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആണ്. ആൻഡ് കോജിക് ആസിഡ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കും, അത് നമ്മുടെ സ്കിന്നെ ലൈറ്റൻ ചെയ്യാൻ വേണ്ടി, ഡാർക്ക്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ കോജിക് ആസിഡ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഹൈലറോണിക് ആസിഡ് എന്ന് പറയുന്നത് ബേസിക് ഹൈഡ്രേഷൻ ആണ് കേട്ടോ. ഹൈലറോണിക് ആസിഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡ്രൈനെസ് പ്രിവെന്റ് ചെയ്യാനാണ്, ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലിക്വറൈസ് എന്ന് പറയുന്നത് പണ്ട് മുതലേ നിങ്ങൾക്ക് അറിയായിരിക്കും ഇരട്ടി മധുരം. അത് പണ്ട് മുതൽ തന്നെ നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ഒരു പിഗ്മെന്റേഷൻ ഉണ്ട്, ഡാർക്ക്നെസ് ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇരട്ടി മധുരം ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാണ്ടാവും, നമ്മുടെ അണ്ടർ ആം ഡാർക്ക്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ഫസ്റ്റ് കാര്യം കുറയും എന്നുള്ളതാണ് ഇവർ ഇതിൽ ക്ലെയിം ചെയ്തിട്ടുള്ളതും. ആൻഡ് സീക്ക എന്ന് പറയുന്നത് ഒരു പ്ലാന്റ് ആണ്. പ്ലാന്റ് അല്ലെങ്കിൽ ഒരു ഗ്രാസ് എന്ന് പറയും, ടൈഗർ ഗ്രാസ് എന്നൊക്കെ പറയും. ഇത് ശരിക്കും നമ്മുടെ സ്കിന്നിനെ സൂത്തൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇറിറ്റേഷൻസ് എന്നൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സീക്ക എല്ലാ ഈ മോയ്സ്ചറൈസേഴ്സിലൊക്കെ നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സീക്ക കാണാൻ പറ്റും. ഇതൊരു സൂത്തനിങ് ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇത് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത് ചോദിച്ചാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് മിനിമം ഒരു 2 times per day എങ്കിലും യൂസ് ചെയ്യാൻ നോക്കുക, ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതുപോലെ ഒരു റോൾ ഓൺ ടൈപ്പാണ് വരുന്നത്. സോ ജസ്റ്റ് ഒന്ന് സ്കിന്നിൽ ഇതുപോലെ ഒന്ന് ഗ്ലൈഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലോട്ട് അല്ലെങ്കിൽ അണ്ടർ ആംസിലോട്ട് വേഗം തന്നെ അബ്സോർവ് ആയി പൊക്കോളും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ വരുന്നത്. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി ഈ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് ക്ലെയിം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കുമല്ലോ നമ്മൾ ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യേണ്ടാവുക. ഇതിൽ മെയിൻ ഫീച്ചർ ആയിട്ട് ഇവർ പറയുന്നത് അണ്ടർ ആം ഡാർക്ക്നെസ് നല്ലപോലെ കുറയ്ക്കാനായിട്ട്, അതായത് അണ്ടർ ആം ലൈറ്റിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓർഡർ കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അണ്ടർ ആംസിന് വരുന്ന ആ ഒരു സ്മെല്ല് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. 24 hours ഓർഡർ പ്രൊട്ടക്ഷൻ, അതായത് 24 മണിക്കൂറോളം ആ ഒരു സ്മെല്ലൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ നമുക്ക് ആ ഒരു ഫ്രഷ് സ്മെല്ല് ഫീൽ ചെയ്യുന്നതാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഓക്കെ ആയിട്ട് വരുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ഓക്കെ ആയിട്ട് വരുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇതിൽ ആദ്യം പറയുന്ന കാര്യം അണ്ടർ ആംസ് നല്ലപോലെ ലൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 2 months ആയി. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം ഇത് അണ്ടർ ആം ലൈറ്റൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പിഗ്മെന്റേഷൻ പറയുന്നത് കുറയ്ക്കുന്നുണ്ട്. പക്ഷേ അതിന് കുറച്ച് കൂടുതൽ ടൈം എടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വലിയ രീതിയിൽ ഡാർക്ക്നെസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ബെറ്റർ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് തരുന്ന പ്രോഡക്റ്റ് നോക്കുന്നതായിരിക്കും.
പക്ഷെ വലിയ രീതിയിലുള്ള ഡാർക്ക്നെസ് ഒന്നുമില്ല, ഒരു മീഡിയം ലെവലിലുള്ള അല്ലെങ്കിൽ ഒരു മിനിമം ടു മീഡിയം ലെവലിലുള്ള ഡാർക്ക്നെസ് ആണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഒരു 1 മന്തോളം നിങ്ങൾ അത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. അപ്പോൾ എനിക്ക് ലൈറ്റ് ആയിട്ടുള്ള ഡാർക്ക്നെസ് ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിഗ്മെന്റേഷൻ നല്ലപോലെ കുറഞ്ഞിട്ടുമുണ്ട്. അറൗണ്ട് ഒരു 1 മന്ത് എടുത്തു പക്ഷേ ഈ ചേഞ്ച് കാണാൻ വേണ്ടിയിട്ട്. അതാണ് എനിക്ക് ഫസ്റ്റ് ഇവർ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം. ഇനി എൻ്റെ സ്കിൻ ടൈപ്പും എനിക്കുള്ള ഡാർക്ക്നെസ്സും ഡിഫറെൻ്റ് ആയിരിക്കും കമ്പയർ ടു നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് നമുക്ക് ഓരോ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും. ഓക്കെ, ഇനി രണ്ടാമത് പറഞ്ഞ കാര്യം, ഇത് ഓർഡർ കൺട്രോൾ ചെയ്യുന്നുണ്ടോ, ഓർഡർ പ്രൊട്ടക്ഷൻ ഉണ്ടോ, 24 hours ഓർഡർ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ഓർഡർ കൺട്രോൾ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഞാൻ ഇതിന്റെ ഫ്രാഗ്രൻസിനെ കുറിച്ച് പറയാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു മൈൽഡ് ടൈപ്പ് ഓഫ് ഫ്രാഗ്രൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഒട്ടും സ്റ്റേ ചെയ്യുന്നില്ല. നമുക്കൊരു 24 മണിക്കൂറൊന്നും ആ ഫ്രാഗ്രൻസ് നിൽക്കില്ല. പിന്നെ എങ്ങനെ ഓർഡർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് അല്ലേ? നമ്മുടെ ബോഡിയിലെ സ്മെല്ല് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ സ്മെല്ല് നിൽക്കണം. ഇതിന്റെ സ്മെല്ല് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ബോഡി ഓർഡർ ഒരിക്കലും കൺട്രോൾ ആയിട്ട് ഉണ്ടാവില്ല. ഇതിന്റെ സ്മെല്ല് ഒരു മീഡിയം സെറ്റ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സ്മെല്ല് ഒരു 1 hour വരെ നിൽക്കും. നല്ലപോലെ സെറ്റ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂറിലും കുറവേ ഇതിന്റെ സ്മെല്ല് നിൽക്കുകയുള്ളൂ. പെട്ടെന്ന് തന്നെ അത് ഒരു വാനിഷ് ആയി പോകുന്ന പോലെ ഇവിടെ പൊക്കോളും. അതുകൊണ്ട് തന്നെ സ്മെല്ല് അധികം നിൽക്കില്ല. അപ്പൊ സ്മെല്ലിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെ റോൾ ഓൺ തപ്പുന്നുണ്ടെങ്കിൽ ഇത് അതിനുള്ളതല്ല. സ്മെല്ലിന് വേണ്ടി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നിവ്യ എടുക്കാൻ റോൾ ഓൺ യൂസ് ചെയ്യാവുന്നതാണ്. സ്മെല്ലിന് വേണ്ടിയിട്ടല്ല, അണ്ടർആം ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ്ലി ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആൻഡ് ഇതിൽ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സ്പീരിയൻസ് പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് മാസമായി ഞാൻ അത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ആദ്യം എനിക്ക് വലിയ ഡിഫറൻസ് ഒന്നും കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കൂളിംഗ് എഫക്റ്റ് വരും, ഒരു നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഉണ്ടാവും, നമുക്ക് നല്ലൊരു ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അതാണ് ആദ്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം. ആൻഡ് രണ്ടാമത് ഇതിന്റെ ഫ്രാഗ്രൻസ് അത് നിൽക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതൊരു 1 മണിക്കൂറൊക്കെ നിൽക്കും, അല്ലാതെ ഒന്നും ആ ഫ്രാഗ്രൻസ് അതേപോലെ തന്നെ മെയിൻറ്റെയിൻഡ് ആവുന്നില്ല. സ്വെറ്റ് കൺട്രോൾ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ സ്വെറ്റ് ഒന്നും കൺട്രോൾ ആവില്ല കേട്ടോ. അതൊന്നും ഇതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല, സ്വെറ്റ് കൺട്രോൾ ആവില്ല. അപ്പോൾ റിസൾട്ട് കിട്ടാനായിട്ട് എനിക്ക് ഇത്തിരി ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. ഈവൻ എനിക്ക് പിഗ്മെന്റേഷൻ എന്ന് പറയുന്ന വലിയ കാര്യമായിട്ടുള്ള പിഗ്മെന്റേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല, ചെറിയ രീതിയിലുള്ള പിഗ്മെന്റേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇത് യൂസ് ചെയ്തതിന് ശേഷം. അപ്പോൾ അതൊക്കെയാണ് എനിക്കിതിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാനായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഇനി സൈഡ് എഫക്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും, നിങ്ങൾ എപ്പോഴും ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യാം. അതായിരിക്കും എപ്പോഴും ബെറ്റർ. കാരണം എല്ലാവരുടെ സ്കിൻ ടൈപ്പും ഒരേപോലെ ആയിരിക്കണമെന്നില്ല. എൻ്റെ സ്കിൻ എന്ന് പറയുന്നത് സെൻസിറ്റീവ് സ്കിന്നാണ്, പക്ഷെ എനിക്ക് യാതൊരു തരത്തിലുള്ള ഇറിറ്റേഷനും ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ നിങ്ങൾ ആദ്യമായിട്ടാണ് AHA BHA പോലത്തെ കെമിക്കൽ എക്സ്ഫോലിയേറ്റ് അടങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ എന്തായാലും പാച്ച് ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇനി ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണ്, അല്ലെങ്കിൽ ഇനി ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങുമോ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാന്നുണ്ടെങ്കിൽ, ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് വലിയ ഇറിറ്റേഷനോ സൈഡ് എഫക്റ്റോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ബെനിഫിറ്റ് ഉണ്ടായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഓർഡർ കൺട്രോൾ ഇല്ല, പക്ഷെ അണ്ടർആം ഡാർക്ക്നെസ് നല്ലപോലെ കുറയ്ക്കുന്നുണ്ട്. പക്ഷെ അതിന് നമ്മൾ കുറച്ച് ടൈം കൊടുക്കണം. പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടണം ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല, കുറച്ച് ടൈം എടുക്കും. ഓക്കെ, അതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം. അപ്പം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പിഗ്മെന്റേഷൻ ഉള്ള ആൾക്കാരാണെങ്കിൽ അതിനനുസരിച്ച് ടൈം എടുക്കും. എനിക്ക് വലിയ പിഗ്മെന്റേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ എനിക്ക് ആ റിസൾട്ട് കാണാൻ പറ്റിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരുപാട് പിഗ്മെന്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ബെറ്റർ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് തരുന്ന അണ്ടർആം റോൾ ഓൺസോ മറ്റ് DIYസോ ട്രൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. DIYസിനെ കാട്ടിലും എനിക്ക് ബെറ്റർ ആയി തോന്നിയിട്ടുള്ള അണ്ടർആം റോൾ ഓൺസ് തന്നെയാണ്. DIYസ് ഒന്നും നമ്മൾ അണ്ടർആംസിൽ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആണ്, യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ എപ്പോഴും. അപ്പോൾ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് എൻ്റെ ഒപ്പീനിയൻ എല്ലാം കേട്ടിട്ടുണ്ടാകും. ഇനി എനിക്ക് ലാസ്റ്റ് ഒരു കാര്യം പറയാൻ കേട്ടോ, ഇതിപ്പോൾ ഏതിൽ ഇൻക്ലൂഡ് ചെയ്യണം, ഏത് സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എനിക്കറിയില്ല. പക്ഷേ ഈ അണ്ടർആം ഡാർക്ക്നെസ് ആണെങ്കിലും മറ്റെന്ത് പ്രശ്നങ്ങളാണെങ്കിലും പിമ്പിൾസ് ആണെങ്കിലും എല്ലാം നോർമലാണ്. ഇതെല്ലാം എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ദാൻ ഈ ഒബിസിറ്റി ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ PCOD PCOS ഹോർമോണൽ ചേഞ്ച് ഇതൊക്കെ വരുന്ന സമയത്ത് എന്തായാലും നമുക്ക് അണ്ടർആംസിലെ ഡാർക്ക്നെസ് വരും. ഇൻസുലിൻ റെസിസ്റ്റന്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് വരുന്ന സമയത്ത് നമുക്ക് അണ്ടർആംസിലെ ഡാർക്ക്നെസ് വരും. ഇത് ഒരിക്കലും ഒരു അബ്നോർമൽ ആയിട്ടുള്ള കാര്യമല്ല, എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം തന്നെയാണ്. ലൈറ്റ് ആയിട്ടുള്ള പിഗ്മെന്റേഷൻ ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും. അത് കൂടിക്കഴിഞ്ഞ് ടാൻ കാരണം കൂടുക അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും വേറെ റീസൺ കാരണം നമ്മൾ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ക്ലോത്ത് യൂസ് ചെയ്യുക, അതൊക്കെ വഴി പിഗ്മെന്റേഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള റോളോൺസ് വഴി ക്യൂർ ചെയ്യാവുന്നതാണ്. പക്ഷെ നമുക്ക് ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹോർമോണൽ ഇഷ്യൂസ് ഒക്കെ കാരണമാണെന്നുണ്ടെങ്കിൽ അത് ആദ്യം കണ്ടുപിടിച്ച് ക്യൂർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും മാക്സിമം ഷെയർ ചെയ്തേക്കാം കേട്ടോ. നമുക്കിനി അടുത്ത വീഡിയോ കാണാം.